പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിട്ട് ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വന്നു. ഇന്ന് രാവിലെ ഒരിടത്തും പോയില്ല ഗൈസ്. ഇവിടെ ഇരുന്നു, ഫുഡ് കഴിച്ചു, എന്നിട്ട് ചില്ലടിച്ചു. നാളെ മഴവില്ല് ഷൂട്ട് തുടങ്ങണം. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണം. കാരണം ഇവിടെ റിലാക്സ് ചെയ്യാൻ വന്നിട്ട് ഓട്ടമായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഈ ബുക്ക് എടുത്ത് വെച്ച് വായിച്ചു ഗൈസ്. കുറെ നാളെ ബാക്ക് ഡു എപ്പിക് ഷിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്കുർ വാരിക്കുവിന്റെ ബുക്കാണ്. ഇത് ഭയങ്കര സിമ്പിൾ ടേംസിൽ പറയുന്ന ഒരു ബുക്കാണ്. അപ്പൊ ഇതിനകത്ത് ഒരു പേജ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഒരു സാധനം വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ദ പ്രോ ഇസ് ദ ആമച്ചർ ഹു സിംപ്ലി ഷോഡ് അപ്പ് എവറി ഡേ. എന്റെ മലയാളം അമ്മമാർ സ്ക്രീൻ എഴുതി കാണിക്കും, ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബാക്കി കൂടെ ഉണ്ട്. നോൺ ഈസ് ബോൺ എ പ്രോ. ദ പ്രോ ഇസ് ദ ആമച്ചർ ഹു പുട്ട് ഇൻ ദ റെപ്സ്. The pro is the amateur who fell in love with the process. The pro is the amateur who chose practice and sleep over binge watching. The pro is the amateur who worked hard even when they had zero audience. The pro is the amateur who persisted even when nothing seemed like it was working. The pro is the amateur who refused to be called an amateur and choose to let the hard work do the talking. The pro is the one who chose discipline over excuses. ബേസിക്കലി പറയുകയാണെങ്കിൽ ഗൈസ്, ആരും തുടക്കത്തിലെ പ്രോ അല്ല. ഇപ്പം ഞാൻ ഒരു പ്രോ വ്ളോഗറാണെന്ന് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ തുടങ്ങിയ സമയത്ത് ഞാനൊരു അട്ടർ ഫ്ലോപ്പായിരുന്നു. അതുപോലെ തന്നെ ഏതൊരു പ്രൊഫഷൻ എടുത്ത് നോക്കിയാലും നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ ബിഹൈൻഡ് ദ സീൻസിൽ ആരും കാണത്തില്ല. അന്ന് നമ്മൾ ആരും റെക്കഗ്നൈസ് ചെയ്യത്തില്ല. അന്ന് നമ്മളൊന്നും ആരും മനസ്സിലാക്കത്ത് പോലും ഇല്ല. കാരണം അന്നേരം നമ്മൾ ആരും അല്ല. നമ്മൾ ഈ ബിഹൈൻഡ് ദ സീൻസിൽ നമ്മളൊരു ആമച്ചർ ആയിരിക്കുമ്പോൾ നമ്മളൊരു ബിഹേവിയർ ഉണ്ടാക്കി അത് ഒരു ഹാബിറ്റ് ആക്കി എടുത്ത് നമ്മൾ വർക്ക് ചെയ്ത് എന്നെങ്കിലും ഒരു കാലം ആവുമ്പോഴാണ് നമ്മളൊരു പ്രോ ആവുന്നത്. അത്ലീറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും പ്രൊഫഷണൽസിന്റെ കാര്യത്തിലാണെങ്കിലും ഏതൊരു പ്രൊഫഷനാണ് ഇത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മളതിൽ പ്രോ അല്ല, അല്ലെങ്കിൽ നമുക്കതിൽ എക്സ്പെർട്ട് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ഹാർഡ് ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് പറ്റുന്നൊരു കാര്യം അല്ലാന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ ആ പേരിൽ നിന്നും മനസ്സിലാക്കിയത് ഗൈസ്. നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളതിൽ പ്രോ ആവും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആവശ്യമില്ലാത്ത ക്നാപ്പ് ബുക്കും കൊണ്ടുവന്ന് ഊള ഫിലോസഫി അടിച്ചെന്ന് പറയരുത് ഗൈസ്. എനിക്കിത് പറയാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. കാരണം കാലങ്ങൾക്ക് മുന്നേ ആലപ്പുഴ കായലിൽ മുങ്ങിപ്പോയി എന്റെ ഡ്രോൺ കിട്ടി എന്നും പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പയ്യൻ എന്നെ കുറച്ച് നാൾ മുന്നേ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. അവൻ അങ്ങ് ആലപ്പുഴയിൽ ആ ഡ്രോണും വെച്ച് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ലൈവ് സ്ട്രീമിൽ വന്നപ്പോഴത്തേക്കും ആണ് അവൻ എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഞാൻ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ്, സത്യമാണ്, നമ്മുടെ മുങ്ങിപ്പോയ ഡ്രോൺ തന്നെയായിരുന്നു ഗൈസ്. വാട്ട് ആർ ദ ചാൻസസ് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ആലപ്പുഴ കായലിൽ മുങ്ങിപ്പോയി അതിനുവേണ്ടി വിഷമിച്ചിരുന്ന ഞാൻ ഇപ്പോൾ അതേ ഡ്രോൺ എടുക്കാൻ പോവുകയാണ്. അപ്പൊ ആ പയ്യനാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് അയച്ചു. അപ്പൊ അതിന്റെ അകത്താണെങ്കിൽ അവൻ ചേട്ടാ ഡ്രോൺ തരണനെക്കാട്ടും കൂടുതൽ എനിക്ക് ചേട്ടനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അവനെ കൂട്ടുകാരൊക്കെ ഇപ്പൊ കളിയാക്കി തുടങ്ങി. ഞാൻ ലൈവിൽ പറഞ്ഞിട്ട് കാണാൻ എന്തോന്ന് കൂട്ടുകാരെ. അപ്പൊ അവന് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവനെ ഒന്ന് കാണാൻ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി പല്ലണയിൽ എന്റെ കൊച്ചച്ഛനെയും കുഞ്ഞമ്മയും കുറെ നാളായി കേസ് കണ്ടിട്ട് അവർ കുറെ നാളായിട്ട് വിളിക്കുന്നു. അങ്ങോട്ടും ഇവിടെ ഒന്ന് പോകണം. അതായിരിക്കും ഇന്നത്തെ ഐറ്റററി. അപ്പൊ എന്തായാലും ആദ്യം ഞാൻ ഈ കോസ്റ്റ്യൂം ഒന്ന് മാറി പുറത്തു പോകാനുള്ള ഗെറ്റപ്പിൽ വരട്ടെ ഗൈസ്. ഞാൻ ഈയിടെയായിട്ട് മുണ്ടിനെ വല്ലാണ്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടെ ഗൈസ്, മുണ്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ആം റിയലി എൻജോയിങ് ദിസ് മുണ്ടു ലൈഫ്. കുറച്ച് മുണ്ട് വാങ്ങണം ഗൈസ്. പോട്ടെ വരട്ടെ. എന്തായാലും നമുക്കിനി പോകാം നേരെ ആലപ്പുഴ പുന്നപ്പറയിലേക്ക്. ഇവിടെ നിന്ന് 1 മണിക്കൂർ 9 മിനിറ്റ് ആണ് ഗൈസ് കാണിക്കുന്നത്. കുട്ടി എത്തി. എങ്ങനെയുണ്ടോ അതിന്റെ പനി? നല്ല സുഖമുണ്ട്. ആണോ? മാറിയില്ലേടാ? ഇന്നലെ റെസ്റ്റ് എടുത്ത് തന്നായില്ലേ? സത്യം. ഇല്ലെങ്കിൽ ഞാൻ എന്നെ മറ്റേ കുഴി കുഴിച്ചിട്ട് മൂടിയാ മതിയായിരുന്നു. കാട്ടടിച്ച് ഞാൻ ചത്ത. ഞാനത് കറക്റ്റ് ആയിട്ട് പ്രഡിക്ട് ചെയ്താണ് ഗൈസ് അവന്റെ അടുത്ത് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്. എന്തായാലും ഓഫ് വി ഗോ ഗൈസ്. നമ്മൾ ആലപ്പുഴ എത്തിയപ്പോഴത്തേക്ക് ടൈറ്റന്റെ ഷോപ്പിൽ കയറി ചെറുക്കുന്ന ഒരു വാച്ച് വാങ്ങിച്ചു. ഇഷ്ടപ്പെടുമായിരിക്കും, ഞാൻ കാണിച്ചു തരാവേ. നോക്കിയാണ് ഗൈസ്, 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ എന്റെ കിളി പോയന. ഞാൻ കാണിച്ചു തരാം. അത് ലൈറ്റ് കത്തും. പണ്ട് സ്കൂളിലെ അപ്പൊ ഇത് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചേ. ചെറുക്ക് സ്കൂളിൽ എനിക്ക് കിടിലം വാച്ചായി കെട്ടിപ്പോട്ടെ. എന്തായാലും ഇവിടുന്ന് സാധനമൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാം. ഓക്കെ, സാധനം സെറ്റായി. ഇനി നമുക്ക് പോയി ചെറുക്കനെ കാണാം. ഓൾമോസ്റ്റ് എത്തി ഗൈസ്. ഇവിടെ എവിടെയാണ് ചെറുക്കന്റെ വീട്. അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ അവന്റെ പേര് പോലും കൊടുത്തിട്ടില്ല ഗൈസ്. എന്തോ അങ്ങനെ എന്താണ് ഇൻസ്റ്റാഗ്രാം ഐഡി. പേര് ചോദിക്കണം അവന്റെ അടുത്ത്. ആരാടാ എന്നെ ഇത്രയും കാലമായിട്ടാണ് വിളിച്ചോണ്ടിരിക്കണത്? നിനക്ക് എങ്ങനെ കിട്ടിയത്? നിന്റെ പേരെന്താണ്? അനന്തു. ഇതൊക്കെ ആരടാ?
അനിയനാണ്. ആണാ? കൂട്ടുകാരി അടിപൊളി. വരുന്നെന്ന് പറഞ്ഞാണ് വന്നു. ആണാ? ആരാണ് നിന്നെ കളിയാക്കിയെന്ന് പറഞ്ഞത്? കൂട്ടുകാരൊക്കെ കളിയൊക്കെ വരുന്നു. ആര്? ഇവന്മാരാ? അല്ല ഇവന്മാരല്ല. ആണാ? ഓ ഇവന്മാരുള്ളോണ്ട് പേരൊക്കെ. എടേ എവിടെ നിന്ന് കിട്ടി നിനക്ക് ഡ്രോണ്? കായലിൽ പോയൊരു പുള്ളിക്ക് കിട്ടിയിട്ട് എന്റെ ചേട്ടനെ എടുത്തു കൊടുത്തിരുന്നു. ആണാ? ചേട്ടൻ എനിക്ക് കുറച്ചാണ് എനിക്ക് തന്നു. ക്യാമറ കുടുങ്ങിയിരിക്കുവായിരുന്നു. ആണാ? പിന്നെ മെമ്മറി കാർഡ് ഇല്ല. മെമ്മറി കാർഡ് ഇല്ലേ? ഇല്ല, മിസ്സായി കിടക്കും. ആണാ? കിട്ടിയപ്പോൾ അവസ്ഥ ഇതായിരുന്നു. എന്നാടാ മക്കളെ, എന്തായാലും നിന്നെ കാണാൻ വന്നതല്ലേ, എന്റെ ഒരു സന്തോഷം. ഇരിക്കട്ടെ, ബാ. ഹലോ, നമസ്കാരം. നമസ്കാരം ചേച്ചി. കൊറേ ദിവസമായിട്ട് എന്റെ ഡ്രോണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നതായിരുന്നു. ഓ വരാം. അങ്ങനെ ആ കളഞ്ഞു പോയ സാധനം എനിക്ക് തിരിച്ച് കിട്ടുകയാണ് സുഹൃത്തുക്കളെ. നിനക്കറിയാവോ ഇതിന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. വീഡിയോ ആണാ? നിനക്ക് ഓർമ്മയുണ്ടോ നമ്മള് കുഴിച്ചു മൂടിയത്? ഇത് ഒരിക്കലും എന്റെ കയ്യിൽ തിരിച്ചു വരുന്ന പ്രതീക്ഷ സാധനമല്ല. ആ ചുവന്ന പട്ടിലൊക്കെ പൊതിഞ്ഞു മൂടിയതാണ്. ഫ്ലാഷ് ബാക്ക്. മോനെ കട്ട നൊസ്റ്റാൾജിയ കേട്ടാ. നീ ഒന്ന് ലൈവ് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു കേട്ടാ നിനക്ക് ഡ്രോൺ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. ഇന്നുപോലെ ഇത് തിരിച്ചു കിട്ടിയത് നോക്കണേ ഗൈസ്. ഇത് നന്നാക്കി എടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. നാരായണൻകുട്ടി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഇത് നന്നാക്കി ഇത് പറപ്പിക്കാൻ പറ്റണമെങ്കിൽ ഉണ്ടല്ലോ ഷാജി ചേട്ടാ, അതൊരു സംഭവമായിരിക്കും കേട്ടാ. ഓക്കെ, ഞാൻ ചായ കുടിക്കട്ടെ. നല്ലൊരു അടിപൊളി ചായക്ക് ശേഷം. ചേച്ചി നല്ല ചായ ആയിരുന്നു കേട്ടോ. വീഡിയോ കാണാറുണ്ടല്ലോ അല്ലേ? അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും നീ അത് കണ്ടുപിടിച്ചല്ലടാ. ഇതാരോ ഒരാൾ ഒളിച്ച് ഇവിടെ നോക്കിട്ടോ. അപ്പൊ ശരി ചേച്ചി, പോയിട്ട് വരാം. ടാറ്റ. മക്കളെ പോയിട്ട് വരാടാ. എന്തേലും പറയണ്ട എനക്ക്? ഹാപ്പി ആയാ? ഇനി മെസ്സേജ് അയച്ച് വിഷമിക്കണ്ട. ഓക്കെ, അതിനും കളിയാക്കണ്ട. അമ്മ ഇടി കൊടുത്തു തരാം. എടാ നിങ്ങളിവിടെ കൂടെ ഇടിച്ചോട്ടെ. ഓക്കെ, സെറ്റ്. പോയിട്ട് വരാവേ. ഓക്കെ, സീറ്റ് നമുക്ക് ഇറങ്ങാം. ശരി, പോയിട്ട് വരാവേ. ടാറ്റ. ഓ എന്റെ മോനെ, പയ്യന്മാരെല്ലാം വണ്ടടിച്ച് ഇങ്ങനെ എന്നാലും നമുക്ക് നമ്മൾ ഡ്രോണ് കിട്ടിയെന്നുള്ളതാണ്. എടാ ഇങ്ങനെ വന്നൊന്നും ഒരു ഗൈസ് നമ്മള് ഇത് കിട്ടുള്ളൂ ഉറപ്പായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിൽ പോയതല്ലേ. ഇത് ഓടുവോ? എനിക്ക് അറിഞ്ഞൂടാ. ഓടത്തില്ലെന്ന് തോന്നല്ലേ. ഓടാൻ ഒരു സാധ്യത. ഓടാ പാടാണ്. ഇത് ദ്രോണ പോയത് കാരണം നമ്മൾ ദ്രോണ 2 വാങ്ങിച്ചു. അതിലാണ് ഇപ്പൊ ഏരിയൽ ഫുട്ടേജുകളെല്ലാം എടുത്തോണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിനി നമുക്ക് കൊച്ചച്ഛന്റെ വീട്ടിലോട്ട് പോകാം ഗൈസ്. പല്ലനെയാണ്. ലെറ്റ്സ് ഗോ. എന്റെ മോനെ ഗൈസ്, നമ്മളങ്ങ് എത്തിയില്ല. അതിനു മുന്നേ ഈ സൺസെറ്റ് കണ്ടോണ്ട് ഇറങ്ങി. നിങ്ങൾക്ക് സൺസെറ്റ് ആണോ സൺറൈസ് ആണോ ഇഷ്ടം? നിങ്ങൾ സൺസെറ്റിന്റെ ആളാണോ സൺറൈസിന്റെ ആളാണോ എന്ന് പറയണേ ഗൈസ്. രണ്ടും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, രണ്ടും കാണാൻ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇന്ന് ഇവിടുത്തെ സൺസെറ്റ് കാണിച്ചു തരാം ഞാൻ. ഓ എന്റെ മോനെ, എന്തൊരു ഭംഗിയുള്ള സൺസെറ്റ് ആയിരുന്നു ഗൈസ്. കേട്ടാ, നിങ്ങളും ഞാനും കൂടെ ഒന്നിച്ചിരുന്ന് സൺസെറ്റ് ആയിട്ട് വാട്ട് എ ഫീൽ ഗൈസ്. ഇതുപോലെ പുറത്തൊക്കെ ഇറങ്ങി നിങ്ങളും ഒരു സൺസെറ്റ് ഒക്കെ കാണുക ഗൈസ്. പോയി വീട്ടില് വെറുതെ ഇരിക്കുകയാണെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ കേട്ടോ, തിരക്കാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കിനി കുഞ്ഞമ്മേരെ അങ്ങോട്ട് പോകണം. കുഞ്ഞമ്മയുടെ അവിടെ ഇന്ന് എനിക്ക് പോകാൻ പെട്ടെന്ന് തോന്നുന്നതാണ് ഗൈസ്. ഇന്നലെ രാത്രി കൊച്ചച്ഛൻ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞ് നമ്മൾ അഗ്നികാവടി എടുക്കണേന്റെ അന്ന് അവിടെ വീട്ടില് ചെറിയൊരു അപകടം ഉണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് അവർക്ക് ആർക്കും ഒരു കുഴപ്പവും വന്നില്ല. എനിക്കത് കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ പെട്ടെന്ന് പോകാന്ന് വിചാരിച്ച. എന്തായാലും മിനിക്കുഞ്ഞമ്മ ഉണ്ട്. കൊച്ചച്ഛൻ ജോലി കഴിഞ്ഞ് വന്നതാണെന്നറിയാം. വന്ന് കാണുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ ചെറുക്കൻ കാണാം അവിടെ, ആരോമല്, കുഞ്ഞമ്മയുടെ മോൻ. എല്ലാവരെയും കാണണം. കുറെ നാളായി അവരെയൊക്കെ നേരിട്ട് കണ്ടു. വീട്ടിൽ വന്നപ്പോൾ ഇടയ്ക്ക് കണ്ടായിരുന്നു. ബട്ട് അവരെ വീട്ടിൽ പോയിട്ട് കുറച്ച് നാളായി. ഇത് ഭയങ്കര റിലാക്സ്ഡ് ആയിപ്പോയി ഗൈസ്. ഞാൻ ഇവിടെ ഒരു അരമണിക്കൂർ ഇവിടെ ഇരുന്ന് ടൈം ലാപ്സിന് വേണ്ടി ഇരുന്നാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, ഇനി നമുക്ക് കോച്ചന്റെ വീട്ടിലോട്ട് പോകാം. രാത്രിയിൽ ദശയറിയാത്ത പോസ്റ്റ്മാനെ പോലെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഒരു മാപ്പ് മാത്രമുണ്ട് നമുക്ക് കൂട്ടിന്. അപ്പൊ ആക്ച്വലി കുറച്ച് ദശ അറിയാന്നുള്ളൊരു ഫസ്റ്റ്. നീ എന്ത് ചെയ്യണ്ട കുട്ടി പാക്കില്? ഞാൻ മാപ്പ് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ദശ കാണിച്ചു തന്നെ. എത്തിയടാ, കറക്റ്റ് വീട്ടിന്റെ ഫ്രണ്ട് എത്തിയടാ. ഇതാണ് വീട്. ഹലോ അമ്മ. അയ്യോ എടാ ചെറുക്ക, സുഖം തന്നെയാടാ നിനക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റിയെന്ന് ഞാൻ അറിഞ്ഞ്. കുഴപ്പമൊന്നുമില്ലല്ലോ? സെറ്റല്ലേ? കുഞ്ഞമ്മ കൊച്ചെപ്പ എത്തി? കുഞ്ഞമ്മ എങ്ങനെയുണ്ട്? ഗ്യാസ് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തോന്ന് പറ്റിയാ? ആണോ? ഈ കണ്ണതാണോ? അത് വേറെ കങ്കോട്ടി വന്നതാണല്ലേ. ഹലോ, സുഖാണോ? എന്തൊക്കെ ഉണ്ട് വിശേഷം?
അമ്മമ്മ സുഖം തന്നെ? സുഖം തന്നെ. എന്നും കാണുകല്ലേ ആണാ? എന്നും കാണണ്ട മോനെ. മോനെ ആ മഞ്ജു പിള്ളെ ഒന്ന് ഇതിരക്കെന്ന് പറയണം. ഞാൻ പറഞ്ഞു മഞ്ജു പിള്ളയുടെ കൂടെ ഒരു എന്തോ നസീറിക്ക. അതെ, ഇവര് രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ ഉപ്പുമുളകിനകത്ത് ഭയങ്കര കുഴപ്പക്കാരായി. ആണല്ലേ? തട്ടിയുണ്ട്. ചേട്ടാ സുഖാണോ? ചേട്ടനാണ് കൊച്ചതും കണ്ട് മോനെ. യോ, ഞാൻ വേലു കുത്തിയപ്പോ കണ്ടപ്പോ വേനിച്ച ഞാൻ അറിഞ്ഞോലും ഇല്ല. അത് പിന്നെ തീ ചാടിയപ്പം പേടിച്ചു പോയി. പേടിക്കൊന്നും വേണ്ട, നല്ല അനുഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും പറ്റിയില്ല. അച്ഛനും അമ്മയും ഒക്കെ ശ്രദ്ധിച്ച് വരാൻ പറയണം. ഞാൻ പറയാം. അവർക്ക് ഇങ്ങോട്ട് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് രണ്ടു സുഖമാണോ? ഇടയ്ക്ക് നാട്ടിലോട്ടൊക്കെ ഇറങ്ങാത്തെന്താ? വരാൻ പറയണോ? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഞാൻ കൊണ്ടുവരാം. പിന്നെന്ത്, ഞാൻ കൊണ്ടുവരാം. അതൊക്കെ അപ്പൊ തന്നെ പോയതാ. പിന്നെ ചെറിയ പാടുണ്ട് ഒരു കൊടിക്ക് കറുത്ത് ഒരു കടിക്ക്, അത്രേ ഉള്ളൂ. എന്തുവാണോ കുട്ടി? ഞാൻ മാപ്പ് പറഞ്ഞുകൊണ്ട് ആണല്ലേ? നന്ദി. കൊച്ചേ എന്നോട്ട് ഓടി കിടക്കണത്. സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ആണാ? ഓടിയല്ലേ പണി കഴിഞ്ഞ്? എത്ര ദിവസമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു കട്ട്ലേറ്റും കഴിച്ചിട്ട് പോയതാണ്. ഇവിടെ ചെറുക്ക സുഖാണോടാ? അയ്യോ, കുഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന. എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖല്ലേ? അടിപൊളി. എത്ര ആളായി കണ്ടിട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ടോ? ഇത്രയും ആളായി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഓടാ ഓട്ടം. പിന്നെ കൊച്ചച്ച ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് എന്തോ കാണണോന്ന് തോന്നി. എന്ത് പറ്റി കൊച്ചച്ച? പിന്നെ പ്രശ്നം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഗ്യാസ് പിന്നെ ഓൺ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കുക്കർ ഉണ്ടായിരുന്നു. കള്ളപ്രഥമം വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഒന്ന് ഇതായിരുന്നല്ലോ ഇവര് പറയുന്നത് ഇതേ കൂട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ സ്റ്റൗ പൊട്ടി. അതിന്റെ മുകളിലിരുന്ന കുക്കറും പൊട്ടി. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പറയാം നമുക്ക് കുക്കറിന് എന്തെങ്കിലും കുഴപ്പം, അല്ലെ തന്നെ ബർണർ മൊത്തം പൊട്ടിപ്പോണ്ട കാര്യമില്ലല്ലോ. കുക്കറിന് കുഴപ്പമാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര അപകടം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവന്റെ മേല് മൊത്തം പരിപ്പായിരുന്നു. അവന്റെ മേല് മൊത്തം പരിപ്പായിട്ട് പിന്നെ ഈ ഇത് ഇവന്റെ ഈ ഭാഗത്തൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഡോക്ടർ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞായിരുന്നു. ENT കാണണം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ വന്ന് ENT പോയി കണ്ട് ENT ചെന്ന് കണ്ട് ഇവന്റെ ചെവിയെല്ലാം ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും ഡ്രോപ്പ് ഇത് മരുന്ന് തന്നായിരുന്നു. അത് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അമ്പിളിച്ചേട്ടൻ അറിഞ്ഞ് അമ്പിളിച്ചേട്ടൻ വിളിച്ച് ഇവിടുത്തെ ഈ ഇതിന്റെ പിന്നെ ഈ സ്റ്റൗവിന്റെ കമ്പനിയുടെ ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു. നമുക്ക് ക്ലെയിമിലോട്ട് തന്നെ പോകാന്ന് പറഞ്ഞു. പിന്നെ അല്ല അങ്ങനെ തന്നെ ഗ്യാസ് കമ്പനിക്കാർക്ക് എന്തോടെ മാറിയൊക്കെ കേൾക്കണ പുറത്തൊക്കെ വന്നിട്ട്. ഇതാരായിരുന്നു? ഹലോ ഇരിക്കടാ. ഹലോ, നമ്മള് അധികം അങ്ങനെ കണ്ടിട്ടില്ലെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നടാ? ഇല്ലായിരുന്നല്ലേ? നീ ഉണ്ടായിരുന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കുളത്ത് ചാടി ഓർമ്മ ഉണ്ടാടാ? അന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേസ്. അവനും ആരോപണം ഫ്ലാഷ് ബാക്ക് വീണ്ടും. ഇതാണ് നോക്കണേ കുഞ്ഞമ്മ. ഇവിടെ നമ്മൾ പഴയൊരു ഫോട്ടോ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ഞാനും സോനുവും ലിറ്റി അഭിശാന്തും ഒക്കെ കൂടി ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ നടുക്കിരിക്കണ ആരാണെന്നറിയാവോ? കൈവാട്ടറ. ആട്ടെ ഇവരാണ്. ഇവിടെ വല്ല ബന്ധമുണ്ടാണ് അതും ഇതുമായിട്ട്. നോക്കിയാടാ കുട്ടി, നിന്റെ അടുത്തിരിക്കണവനാണ്. എനിക്ക് തോന്നുന്നു വ്ളോഗ് തുടങ്ങണേന് 2 വർഷം മുന്നേ വന്നതായിരുന്നു. പക്ഷെ കാലം പോയ പോകല്ലേ. എവിടെ പോയാ എന്തോ സമയമൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ വ്ളോഗ് തുടങ്ങിയിട്ട് നമ്മളിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് പറ്റേ നമ്മള് തെങ്ങിക്കയറി ചാടുന്ന കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ സെറ്റാക്കിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞമ്മ ഇതേ ആംഗിളിൽ ഞാൻ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പൂരിയാ കുഞ്ഞമ്മയുടെയും കൊച്ചച്ഛന്റെയും വെഡിങ് ആനിവേഴ്സറി ഇങ്ങോട്ടെ തല കാണിക്കും. ഇവർ രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ സ്പെഷ്യൽ ഗസ്റ്റ്. പണ്ട് ഞാൻ വന്നപ്പോ കിടന്ന റൂമാണ് കേസ്. ഇവിടെ ആരുടെ ഇപ്പൊ കിടക്കണ? നീ ആണല്ലേ? അടുത്ത പ്രാവശ്യം നിന്നെ ചവിട്ടി പുറത്താകും. നീ എത്ര എണ്ണ പഠിക്കണം? ഞാൻ പറഞ്ഞോണ്ട് നീ ഒതുക്കിയിട്ടാടാ? ആണല്ലേ? ചുമ്മാ എനിക്ക് തോന്നി കേസ്. കാരണം ഇവന്റെ റൂം ഇങ്ങനെ കിടക്കാൻ ഒരു വകുപ്പും ഇല്ല. കുഞ്ഞമ്മ ഞാൻ വന്നത് കൊണ്ട് ഒതുക്കിയിട്ടതാണ് ആ റൂമെന്ന് ചോദിച്ചു. ആ പറഞ്ഞു പോവാന്ന്. കുഞ്ഞമ്മ ഒതുക്കിയിട്ട് കൊടുത്തേണല്ലേ റൂം? എന്ത് പറ്റി കുഞ്ഞമ്മ? മീരെന്ന് പറഞ്ഞ എന്റെ ഐശുവിന്റെ മൂത്ത ചേച്ചി എന്നെ കൊച്ചച്ഛന്റെ മോള്. എന്തിനാ പറഞ്ഞെന്ന്? ടിപ്സ് പറഞ്ഞു. എന്ത് റൂം ഒതുക്കാനാ? എന്തിനാണ് ടിപ്സ്? എനിക്കൂടെ പറഞ്ഞാ? ഓഹോ, നീ മീരെ നീ ഇവിടെ വന്ന് തగ్గടിച്ചിട്ട് പോയല്ലേ? നീ അങ്ങോട്ടേ വരാതുള്ളല്ലേ പെണ്ണെ? ഇടക്കിറങ്ങ് നീ. എന്തിനാ അത്? ഓക്കെ, അപ്പുറത്തെ കരയില് തീവെട്ടിയൊക്കെ പിടിച്ച് അമ്പലത്തിന്റെ എഴുന്നള്ളത്താണെന്ന് തോന്നല്ലേടാ?
എന്റെ മോനെ ഗൈസ് വിഭവസമൃദ്ധമായ ഫുഡ് ഇവിടെ ഒരുങ്ങി. ഇത് മിനിക്കുഞ്ഞമ്മ ആണോ കുഞ്ഞമ്മ സെറ്റ് ചെയ്തത് മൊത്തം? ആണാ കുഞ്ഞമ്മ പണ്ടേ പിന്നെ കിടുന്ന പാചകമല്ലേ? പണ്ടേ പാചകം ചെയ്യും അമ്മമ്മ? ആണോ? ഇപ്പൊ നല്ല പാചകം ചെയ്യും അല്ലേ? ഇപ്പൊ എക്സ്പെർട്ട് ആയല്ലേ? നല്ല രീതിയിൽ കറി ഞങ്ങളുടെ ഇവിടുത്തെ ആലപ്പുഴ കറിയൊക്കെ അവിടെ വെക്കുന്നത്. ആണല്ലേ? സൂപ്പർ ആയിട്ട് വെക്കുന്നുള്ളേ. തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് സൂപ്പർ ആയിട്ട് ഇവിടുത്തെ കറിയായി ആലപ്പുഴ കറിയല്ല. ഇതെങ്ങനെ പഠിച്ചു കുഞ്ഞമ്മ? കുട്ടി പോടാത്. എടാ അവിടെ നിന്ന് പുള്ളി കളിക്കാൻ മാത്രം അറിയായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഗൈസ്, ഇവിടെ മാറിയൊരു മാറ്റം. പണ്ട് ഞാൻ പറഞ്ഞ സമയത്ത് ഇവിടെ റോഡൊന്നുമില്ല, ഇവിടെ മറ്റേ സ്ഥലം ഇല്ല ഇങ്ങനത്തെ ഒരു. നമ്മൾ അവിടെ അങ്ങ് ദൂരെ ഇറങ്ങിയിട്ട് നമ്മൾ നടന്നു വേണം വരുന്നത്, കാറ് നടയിൽ വന്ന് നടക്കുന്നത്. എന്ത് പുരോഗമനം ഇവിടെയൊക്കെ, അടിപൊളി. ഇനി നമുക്ക് ആലപ്പുഴയുടെ തനതായ വിഭവങ്ങൾ, ഹോം മെയ്ഡ് സാധനങ്ങൾ കഴിക്കാം ഗൈസ്. കമോൺ സന്ദീപേ, നമ്മൾ ലൈറ്റ് ആയിട്ട് എന്തോ അല്ലേടാ ചോദിച്ചത്? ലൈറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കുട്ടി. ഓഹോ അയ്യോ, ഞാൻ എന്തായാലും അങ്ങോട്ട് ക്യാമറ തിരിക്കണം ദൈവമേ. ലൈറ്റ് ആയിട്ട് പൊറോട്ട, പത്തിരി, ദോശ, പൂരി, കപ്പ, ചൂരക്കറി, ചിക്കൻ കുറുമ, ഏത്തപ്പഴം, ഞാലിപ്പൂവൻ, വെജിറ്റബിൾ കറി. എന്റെ പൊന്നി ഇതൊക്കെ ആര് തന്നു തീർക്കും? നിന്നിലുമാണ് എന്റെ പ്രതീക്ഷ. ബാക്കി എന്തോരം സാധനം ഇരിക്കണടാ. നീ കറി കഴിക്കാത്തത് മാത്രം എന്തെന്ന് പറയണത്? വെജിറ്റബിൾ കുറുമയുണ്ട്, ചൂരക്കറിയുണ്ട്, കപ്പയുണ്ട്, പൂരിയുണ്ട്, പൊറോട്ടയുണ്ട്, ദോശയുണ്ട്. ഇന്ന് നമ്മൾ കഴിച്ച് മെഴുകും കേസ്. ഞാൻ ആദ്യം ഇവിടെ ചൂടോടുകൂടി പൊരിച്ച പൂരി ഉണ്ടായിരുന്നു. ഹലോ, സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ആണ്, എന്നും കാണാറുണ്ടോ? ഒരുപാട് സന്തോഷം. പൂരി കഴിക്കട്ടെ. തുല്യം ഫുഡ് കുഞ്ഞമ്മ ഇത്രയും കുക്കായി, നല്ല കുക്കായതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഓക്കെ, കഴിച്ചിട്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, പോയിട്ട് വരട്ടെ. ടാറ്റാ. നല്ല ഫുഡ്, കിടില ഫുഡായിരുന്നു കേട്ടാ. ഞാൻ ഉടനെ വീണ്ടും വരുന്നതായിരിക്കും. പോയിട്ട് വരട്ടെ കുഞ്ഞമ്മ. പോയിട്ട് വരാം. ഇവിടെ പോയിട്ട് വരട്ടാ പിള്ളേരെ. ടാറ്റാ ടാറ്റാ. പോയിട്ട് വരാം. ടാറ്റാ ടാറ്റാ. എന്റെ മോനെ, എന്റെ വയറിൽ ഇനി ഒരു ഇത്ര സ്ഥലം പോലും ബാക്കിയില്ല കേസ്. അതുവരെ സ്റ്റഫ് ചെയ്ത് കേട്ടാ ഫുഡ്. ഇവിടെ എന്ത് നല്ല ഫുഡ് അല്ലേ? നല്ല ഫുഡ് മാത്രമല്ല ഇവിടെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സ്നേഹമാണ്, ആത്മാർത്ഥതയുള്ള, നിഷ്കളങ്കമായ, ഒരിടത്തും ഈ കാലഘട്ടത്തിൽ കണ്ടുകിട്ടാൻ പറ്റാത്ത ഒരു സ്നേഹമുണ്ട്. അതൊക്കെയാണ് ഇവരുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കൊച്ചച്ഛനും കുഞ്ഞമ്മയും, ബാക്കി എൻ്റെ കൊച്ചച്ഛനും കുഞ്ഞമ്മയും അമ്മുമ്മയും, കുഞ്ഞമ്മമാരുടെ ബഹളമാണ് കേസ്. ഇവിടെ തൊട്ടാ കുഞ്ഞമ്മയാണ് എനിക്ക്. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അവർക്കൊന്നും പറ്റിയില്ല മറ്റേ ഗ്യാസ് പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും. അത് താങ്ക് യു ദൈവമേ. സ്വാമി കൂടെ ഉണ്ട്. നിന്റെ പേര് വിത്താടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നു എവിടേക്ക്? നമ്മൾ ഇനി നേരെ പോവാണ് ലേ മെറിഡിയനിലേക്ക്. അവിടെ നിന്ന് ചെക്കിൻ. നാളെ രാവിലെ ഷൂട്ട് തുടങ്ങും. മെറിഡിയനിലെത്തിയിട്ട് ഞാൻ വരാം. അങ്ങനെ വീണ്ടും ഒരു ഷൂട്ട് കാലഘട്ടം കൂടെ എത്തിച്ചേരുകയാണ് സുഹൃത്തുക്കളെ. പോയി ചെക്കിൻ ചെയ്ത് ഗൈസ്. ഇപ്രാവശ്യം നമുക്ക് എന്റെ കായലിനപ്പുറത്ത് ബോട്ട് കയറി പോണ അപ്പുറത്തെ റൂമാണ് ഗൈസ്. അപ്പൊ സന്ദീപേ പോയിട്ട് വേടാ. ഇനി 5 ദിവസത്തിന് ശേഷം സന്ദീപ് വരുന്നതായിരിക്കും. അത് വരുന്ന ഷൂട്ടിലായിരിക്കും ഗൈസ്. ടാറ്റാളിയാ. എടാ പാടാ, റൂമിൽ പോയി കയറാം. എന്റെ മോനെ, എന്തൊരു ദിവസമായിരുന്നു ഗൈസ്. ഞാൻ ടയേർഡായിപ്പോയി. രാവിലെ എഴുന്നേക്കണം, ഇനി പോണം, എന്നിട്ട് ഷൂട്ടിന് പോണം. പക്ഷേ ഉള്ള എനിക്ക് ആലപ്പുഴയിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ ഉള്ളവരൊക്കെ അത്ര അടിപൊളിയാണ്. ഐ ലവ് ദം. എന്തായാലും ഇനി ഞാൻ ചാച്ചാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഫുട്ടേജ് ഒക്കെ ഒന്ന് കോപ്പി ചെയ്ത് വെക്കണം, എന്നിട്ട് ചാച്ചാൻ പറ്റുള്ളൂ. ഈ സാധനം ഇപ്പോഴേ ലൂസാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ഞാൻ കിടന്നിട്ട് ചവിട്ടി തൊഴിക്കേണ്ടി വരും. ഒരു മുട്ടകാട്ടം കട്ടിലും ഇതിലോടുള്ള ഞാനും. അപ്പൊ എന്തായാലും ഗൈസ്, ലവ് യു ഓൾ, എൻജോയ് യുവർ ലൈഫ്. രാവിലെ പറഞ്ഞു തന്ന സാധനം മറക്കണ്ട കേട്ടോ. അത് എനിക്ക് നല്ലതായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ്. ആരും പ്രോ ആയിട്ട് ജനിക്കുന്നില്ല. ബൈ ബൈ.